നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ വരെ 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണെന്നാണ് മന്ത്രിമാർ പറയുന്നത്. പൊതുമരാമത്ത്, റെസ്റ്റ് ഹൌസ് അടക്കമുള്ള അതിഥി മന്ദിരങ്ങൾ മുഖം മിനുക്കി ആഡംബര ഹോട്ടലുകളെ തോൽപ്പിക്കുമെന്നും അവകാശവാദമുണ്ട്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് 2 സർക്കാർ അതിഥി മന്ദിരങ്ങളുണ്ട്. ഒന്ന് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസും രണ്ടാമത്തേത് അഴൂരിലെ KTDCയുടെ ഗസ്റ്റ് ഹൌസുമാണ്. എന്നാൽ നവകേരള സദസ്സിന് പത്തനംതിട്ടയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ രാത്രി തങ്ങിയത് കുമ്പഴയിലുള്ള 3 സ്റ്റാർ ബാർ ഹോട്ടലായ ഹിൽസ് പാർക്കിലും. ഒപ്പമുള്ള മന്ത്രിമാരിൽ ചിലർ സർക്കാർ അതിഥി മന്ദിരങ്ങൾ വിശ്രമത്തിനായി ഉപയോഗിച്ചു. സർക്കാരിന്റെ നേട്ടമായി എടുത്തുകാട്ടുന്ന അതിഥി മന്ദിരങ്ങളുടെ നവീകരണം പക്ഷേ മുഖ്യമന്ത്രി സ്വകാര്യ ആഡംബര ഹോട്ടലിനെ ആശ്രയിച്ചതോടെ പൊളിഞ്ഞു വീണു. പത്തനംതിട്ട വൺവേ റോഡിൽ മാർത്തോമ HSSന് എതിർവശത്തായുള്ള പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് അടുത്തിടെ നവീകരിച്ചിരുന്നു. VIP റൂമടക്കം ആവശ്യമായ സൗകര്യങ്ങളും വെടിപ്പും വൃത്തിയുമുള്ളതാക്കിയിട്ടുണ്ട്. ഇത് മതിൽക്കെട്ടിനകത്ത് കെട്ടിടത്തെ ചുറ്റി ആവശ്യമായ സുരക്ഷയൊരുക്കാനും കഴിയും. അഴൂരിലെ KTDC ഗസ്റ്റ് ഹൌസും സുരക്ഷ ഏറെയുള്ളതാണ്. അതിനൊപ്പം തന്നെ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മിക്കവാറും ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇവിടെയാണ് ചിലവഴിക്കാറുള്ളത്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെയാണ് മുഖ്യമന്ത്രി കുമ്പഴയിലെ ആഡംബര ഹോട്ടലിലേക്ക് പോയത്. ഏറെ നാളായി തകർന്നു കിടക്കുകയായിരുന്ന പത്തനംതിട്ട കുമ്പഴ റോഡ് ഇത് കാരണം താൽക്കാലികമായെങ്കിലും സഞ്ചാരയോഗ്യമാക്കി. കണ്ണങ്കര മുതൽ കുമ്പഴ വരെ ഈ റോഡിലൂടെയുള്ള സഞ്ചാരം നരകതുല്യമായിരുന്നു. CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയുണ്ടായി. മണ്ഡലകാലം വന്നിട്ട് പോലും റോഡ് നന്നാക്കാനുള്ള ശ്രമം ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ധൃതി പിടിച്ച് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി നടത്തിയ പരാമർശത്തിൽ സർക്കാർ സ്കൂളുകളെ 5 സ്റ്റാർ ഹോട്ടലുകളോടാണ് ഉപമിച്ചത്. റോഡരികിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ കണ്ട് ആളുകൾ 5 സ്റ്റാർ ഹോട്ടലാണ് എന്ന് തെറ്റിദ്ധരിച്ച് റൂം ഉണ്ടോ എന്ന് ചോദിച്ച് ചെല്ലുകയാണ് എന്നായിരുന്നു മന്ത്രിയുടെ തള്ള്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എയ്ഡഡ് മേഖലയിലാണ് എന്ന് പറഞ്ഞ മന്ത്രി എയ്ഡഡ് മേഖലയിലെയും സർക്കാർ മേഖലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിന്റെ തന്നെ മക്കളാണ് എന്ന മനോഭാവം തന്നെയാണ് സർക്കാരിനുള്ളത് എന്നും കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. വീണ്ടും ഇത് അൺഎയ്ഡഡ് മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അങ്ങനെ പരിശ്രമിച്ചാൽ കർശന നിലപാട് സ്വീകരിക്കും. അനാവശ്യമായി കുട്ടികളിൽ നിന്ന് പണം പിരിക്കാനും സാമ്പത്തിക ബാധ്യത വരുത്താനും പാടില്ല എന്നും മന്ത്രി പറഞ്ഞു. 5000 കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മുടക്കിയത്. ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്നവർക്കൊക്കെ തോന്നും ഒന്നുകൂടി സ്കൂളിൽ ചെന്നിരിക്കാൻ. കുടുംബശ്രീയുടെ ആൾക്കാർ പലരും സ്കൂളുകളിൽ പോകുന്നു എന്നാണ് മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞത്. പലരും റോഡ് സൈഡിലിരിക്കുന്ന കെട്ടിടങ്ങൾ കണ്ട് 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് റൂം ഉണ്ടോ എന്ന് ചോദിച്ച് കയറി ചെല്ലുന്നു. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തിന് ചെന്നു. പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ സ്കൂൾ 5 കോടി രൂപ മുടക്കി സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു എന്ന് മാത്രമല്ല, ആദ്യത്തെ ലിഫ്റ്റ് വെച്ച സർക്കാർ വിദ്യാലയമായി അത് മാറുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ വേണ്ട എന്ന് വെച്ച് മുഖ്യമന്ത്രി 3 സ്റ്റാർ ബാർ ഹോട്ടലിനെ ആശ്രയിച്ചതോടെ സർക്കാരിന്റെ ഈ തള്ളുകളൊക്കെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്.